കൂട്ടുകാരെ, ഈ ക്ഷേത്രത്തെക്കുറിച്ചൊന്നറിഞ്ഞാലോ? ആലപ്പുഴ പട്ടണത്തിൽ നിന്ന് 4 കിലോമീറ്റർ അകലെ കളർകോട് എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന പുരാതനവും ചരിത്ര പ്രസിദ്ധവുമായൊരു ക്ഷേത്രമാണ് കളർകോട് ശ്രീ മഹാദേവ ക്ഷേത്രം. ധ്യാനഭാവത്തിലിരിക്കുന്ന ശ്രീ മഹാദേവനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. ഗണേശൻ, ശ്രീ പാർവതി, നാഗരാജാവ്, ബ്രഹ്മരക്ഷസ് എന്നീ ഉപദേവതാ പ്രതിഷ്ഠയും ഉണ്ടിവിടെ. പുരാതന പൈതൃകത്താലും ശാന്തമായ അന്തരീക്ഷത്താലും പ്രസിദ്ധിയാർന്നതാണിവിടം. ഈ ക്ഷേത്രം അതിന്റെ പവിത്രമായ പ്രാധാന്യത്തെ പ്രതിഫലിപ്പിക്കും വിധം തന്നെ മഹാക്ഷേത്രം എന്ന് വിളിക്കപ്പെടുന്നു. ഈ ക്ഷേത്രത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പറഞ്ഞു കേട്ട ഐതിഹ്യം എന്തെന്നാൽ, ഒരു കാലത്ത് കല്ലിക്രോട് മഹർഷി ഇവിടെ തപസ് അനുഷ്ഠിച്ചുവെന്നും തുലാമാസത്തിലെ അമാവാസി നാളിൽ ശിവൻ പ്രത്യക്ഷപ്പെട്ടുവെന്നും സ്വയംഭൂലിംഗം അങ്ങനെ മഹർഷിക്ക് ലഭിച്ചുവെന്നും അദ്ദേഹം പ്രതിഷ്ഠാകർമ്മം നടത്തി ശിവപൂജ ചെയ്തുവെന്നും വിശ്വസിച്ചു പോരുന്നു. കല്ലിക്രോട് മഹർഷി ശിവപൂജ നടത്തിയ സ്ഥലം എന്ന നിലയ്ക്ക് അദ്ദേഹത്തോടുള്ള ആദരസൂചകമായി കല്ലിക്രോടുപുരം എന്ന് ഇവിടം അറിയപ്പെട്ടു. പിന്നീട് കല്ലിക്രോടുപുരം ക്ഷയിച്ച് കല്ലിക്കോടാവുകയും പിന്നീട് അത് കളർകോട് ആയി മാറി എന്നുമാണ് പറയപ്പെടുന്നത്. ചരിത്രം എന്തു തന്നെയായാലും ഓരോ ഭക്തർക്കും വളരെ പ്രിയപ്പെട്ടതാണ് ഈ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ദിവസവും 5 പൂജയാണ് നടത്തുന്നത്. ചതുശ്ശതമാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. ഈ ക്ഷേത്രം ആഘോഷങ്ങളാലും പേരുകേട്ടതാണ്. തുലാമാസത്തിലെ അമാവാസി നാളിൽ ആറാട്ട് വരത്തക്ക വിധം 8 ദിവസത്തെ ഉത്സവമാണിവിടെ. ശിവരാത്രി ആഘോഷവും ഇവിടുത്തെ പ്രസിദ്ധിയാർന്ന ഒരു ഉത്സവമാണ്. കൂടാതെ ധനുമാസത്തിലെ തിരുവാതിര, വിനായക ചതുർത്ഥി, വിഷുവിനുള്ള 5 പൂജകൾ എന്നീ മറ്റ് ആഘോഷങ്ങളും ഉണ്ടിവിടെ. ഈ ക്ഷേത്രത്തിനോട് ചേർന്ന് ഒരു വലിയ കുളവുമുണ്ട്. ഇത് താനാകുളം എന്നറിയപ്പെടുന്നു. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ, ഈ ക്ഷേത്രത്തിന്റെ അടുത്തായിട്ടാണ് പ്രസിദ്ധമാർന്ന SD കോളേജ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ തന്നെ KCA ക്രിക്കറ്റ് ഗ്രൗണ്ടും സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ്. കിഴക്കോട്ട് ദർശനമായിരിക്കുന്ന ശ്രീ മഹാദേവന്റെ കിഴക്കേ ഗോപുര നടയുടെ മുന്നിലൂടെ പോകുന്ന റോഡിലൂടെ പോയാൽ നമുക്ക് ചങ്ങനാശ്ശേരിയിലേക്ക് പോകുന്ന പാതയിലേക്ക് എത്താവുന്നതാണ്. അതേപോലെ തന്നെ പടിഞ്ഞാറേ ഗോപുര നടയിലൂടെയുള്ള റോഡിലൂടെ പോയാൽ നമുക്ക് ദേശീയപാത 66ലേക്കും എത്താവുന്നതാണ്. ഈ ക്ഷേത്രവും ക്ഷേത്രാങ്കണവും ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കുഞ്ഞറിവും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ ക്ഷേത്രം ഇഷ്ടമായാൽ ഒരു വട്ടമെങ്കിലും ഇവിടെ വന്നൊന്ന് ദർശനം നടത്തുവാൻ